പരിചയപ്പെടും. നിങ്ങളുടെ സംഘടനയുടെ പേര് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് എന്നാണ്. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് NM ഷെരീഫ് എന്നാണ്. സംസ്ഥാന സെക്രട്ടറി ബീന സാബു സംസ്ഥാന സെക്രട്ടറി. ഞാൻ വർക്കിംഗ് പ്രസിഡന്റാണ്. ഇവിടെ ഇരിക്കുന്നവരുടെ പറഞ്ഞാൽ മതി. ഇത് നമ്മുടെ ഫൗണ്ടർ മെമ്പറാണ് ബിജു എം ജോസഫ്. ഈ സംഘടന സ്ഥാപിച്ച 3 പേരിൽ ഒരാളാണ് ബിജു എം ജോസഫ്. ഇത് ഞങ്ങളുടെ സംസ്ഥാന ട്രഷററാണ് സുരേന്ദ്രൻ ചാങ്ങരോത്ത്. എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. N രാധാകൃഷ്ണൻ. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ്. ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് മുരളീധരൻ, തൃശ്ശൂരാണ്. ഇത് N രാധാകൃഷ്ണൻ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ്. ഇത് ഹാഷിം, തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ്. സുരേന്ദ്രൻ ചങ്ങരോത്ത്. N രാധാകൃഷ്ണൻ, തറയിലല്ല, N രാധാകൃഷ്ണൻ. ഓക്കെ. ഞങ്ങളുടെ സംഘടന 2019 ജൂലൈയിലാണ് ആരംഭിച്ചത്. വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് എന്നാണ് ഈ സംഘടനയുടെ പേര്. 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും കുറഞ്ഞത് 10,000 രൂപയെങ്കിലും പെൻഷൻ അനുവദിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത്. ഞങ്ങൾ 1 ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു. അതുപോലെ എല്ലാ MLA-മാർക്കും MP മാർക്കും എല്ലാ ഗവൺമെന്റ് മിഷണറീസിനും നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു. 7 വർഷമായിട്ട് ഞങ്ങൾ വിവിധ തരം സമര പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഡൽഹിയിലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ പടിക്കലും അങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിട്ട്. ഞങ്ങളുടെ ആവശ്യം ഇതാണ്: 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളും തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവർക്ക് കുറഞ്ഞത് 10,000 രൂപയെങ്കിലും പെൻഷൻ കൊടുക്കണം എന്നതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നികുതി കൊടുക്കുന്നവരാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റാൽ വൈകിട്ട് കിടന്നുറങ്ങുന്നത് വരെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. നമ്മളിൽ നിന്ന് വാങ്ങുന്ന നികുതി പണത്തിൽ നിന്ന് 60 വയസ്സ് കഴിഞ്ഞ് നമുക്ക് തൊഴിലില്ലാതെ ജോലി ചെയ്യാൻ വയ്യാതാവുന്ന സമയത്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെന്റിനുണ്ട്. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇതിനു വേണ്ടി ഞങ്ങൾ വിവിധ തരത്തിലുള്ള സമര പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കോട്ടയത്തുള്ള 3 ചെറുപ്പക്കാർ ചേർന്നാണ് ഈ ഒരാശയത്തെ ഒരു സംഘടനാ രൂപത്തിലേക്ക് ആക്കുന്നത്. ബിജു എം ജോസഫ് ഫൗണ്ടർ മെമ്പറാണ്. അതുപോലെ ബിപിൻ ചാക്കോ, അദ്ദേഹം വിദേശത്ത് പോയിരിക്കുകയാണ്. വിനോദ് K. ജോസ്, ഇങ്ങനെ 3 സുഹൃത്തുക്കളാണ് ഈ ആശയത്തെ കൊണ്ടുവരുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും കമ്മിറ്റികളും കാര്യങ്ങളുമായിട്ട് വിവിധ തരം സമാധാനപരമായ സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാ മേഖലയിലുമുള്ള ഗവൺമെന്റ് മിഷണറീസിലും നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള നിവേദനങ്ങളും കാര്യങ്ങളും ഒക്കെ സമർപ്പിച്ചിട്ട് പ്രതീക്ഷകളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് നിർഭാഗ്യവശാൽ ഇപ്പോൾ ജയിലിലെ തടവുകാർക്ക് വരെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കുന്നു. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം, മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, എൻ്റെ വീട് പത്തനംതിട്ടയാണ്, അവിടെ ഏതാണ്ടൊരു 50-55% വീടുകളിലും മുതിർന്ന പൗരന്മാർ മാത്രമേ ഉള്ളൂ. പലരും വിദേശ രാജ്യങ്ങളിൽ പോയി. പഴയ കാലത്തേക്കൂട്ട് ഗൾഫിൽ പോകുന്നതിനേക്കാൾ ഇപ്പം മറ്റു രാജ്യങ്ങളിൽ, യൂറോപ്യൻ കൺട്രികളിൽ പോകുന്ന ആളുകൾ പലപ്പോഴും തിരിച്ചു വരുന്നില്ല. കുട്ടികൾ പോയി കഴിഞ്ഞാൽ, പഠിക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നില്ല. അവർ ഒറ്റപ്പെട്ട ജീവിതങ്ങളാണ് നയിക്കുന്നത്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ് അവർക്ക് ജീവിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു പെൻഷൻ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 7 വർഷമായി വിവിധതരം സമര പരിപാടികളുമായി വന്നിരിക്കുന്നത്.
ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളുടെ ഫൗണ്ടർ മെമ്പർ നിങ്ങളോട് സംസാരിക്കും. ഇന്ന് പത്രസമ്മേളനം കൂടാനുള്ള കാരണം രാഷ്ട്രീയക്കാരോട് സൂചിപ്പിച്ചു. ജയിൽ പുള്ളികൾക്ക്, അതായത് ശിക്ഷ അനുഭവിക്കേണ്ട ജയിൽ പുള്ളികൾക്ക് മാന്യമായിട്ടുള്ള ശമ്പളം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ 650 രൂപ ആക്കിയിരിക്കുന്നത്. ഇത് തീർത്തും ശരിക്കും ന്യായമായിട്ടുള്ള കാര്യമാണെന്ന് ആലോചിച്ച് നോക്കുക. ആശാ വർക്കർമാർ 1 മാസത്തോളം നിരന്തര സമരം നടത്തിയിട്ട് അവർക്ക് 100 രൂപ പോലും കൂട്ടിക്കൊടുക്കാൻ സർക്കാരാണ് ജയിൽ പുള്ളികൾക്ക് 650 രൂപ, 63 രൂപ എന്നുള്ളതാണ് 620 രൂപയിലേക്ക് കൂട്ടിയിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രൊഫഷണൽ ഫ്രണ്ടിൽ ഒരു 12 മണിക്കൂർ നിരാഹാര സമരം ഇരിക്കുകയാണ്. ഇത് പത്രമാധ്യമങ്ങളും അതുപോലെ ഇവിടുത്തെ പ്രതിപക്ഷമൊക്കെ ചോദ്യം ചെയ്യേണ്ടതാണ്. നിർഭാഗ്യവശാൽ പ്രതിപക്ഷ പാർട്ടികൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. അതിന് കാരണം നമ്മൾ നോക്കിയിട്ട് ഇവരുടെ ആൾക്കാർ ചിലപ്പോൾ ജയിലിൽ കാണും. അവർ സൂചിച്ചോട്ടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പല കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കും പോയിരിക്കുന്നത്. അവർക്കൊരു ബോണസ് കിട്ടുന്ന സന്തോഷമുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ ഇടപെടാത്തത്. ഈ വിഷയത്തിൽ പത്രമാധ്യമങ്ങളായ സുഹൃത്തുക്കൾ ഇടപെടണം. ഇത് ഗവൺമെന്റ് മുന്നിൽ കൊണ്ടുവരണം. അർഹതപ്പെട്ടവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളൊരു ധർമ്മം നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഞങ്ങള് എതിർക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞ ജയിൽ പുള്ളികൾക്ക് പോലും അല്ലല്ല, ഞങ്ങളുടെ കൺസെപ്റ്റ് പറഞ്ഞാല് ജയിൽ പുള്ളികൾക്ക് പരിഗണന, വയോജനങ്ങൾക്ക് അവഗണന. അത് വയോജനങ്ങളും ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്. അവരുടെ നികുതി വാങ്ങിക്കുന്നുണ്ടോ? അവരുടെ നികുതി വാങ്ങിക്കുന്നുണ്ടോ? അവരെ നികുതി വാങ്ങിക്കുന്നുണ്ടോ? ഒരു രാജ്യത്ത് ഒരു പൗരനോട് നികുതി വാങ്ങുന്നുണ്ടെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വമുള്ള പൗരനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അല്ല, അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തിരിച്ചു കഴിഞ്ഞാല് നമ്മളെ സിമ്പിൾ ആയിട്ട് ഒരു ഇത് പറയാം. ഇവിടെ നികുതി എടുത്തിട്ടാണ് നമ്മൾ ഈ സർക്കാർ ആർക്കൊക്കെ പെൻഷൻ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ട് നികുതി കൊടുത്തിരിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾക്ക് നല്ലൊരു ശതമാനം നികുതിയും ഒരു വിഭാഗം ആളുകൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള നികുതി പണത്തിനുള്ള പൈസ. ഇതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഇതൊരു ശരിക്കും ശാശ്വതമാണ്. ഇപ്പം സുപ്രീം കോടതിയുടെ ഇടപെടൽ നിമിത്തമാണ് ഇന്നിപ്പോ ജയിൽ പുള്ളികൾക്ക് ഈ ശമ്പളം കൂട്ടിയത് പറയുകയുണ്ടായി. ഓക്കെ, നല്ല കാര്യം തന്നെയാണ്. സുപ്രീം കോടതിയുടെ വിധി മാനിക്കണം, ഭരണഘടന മാനിക്കണം. ഭരണഘടന വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രായമായ ജനങ്ങളെല്ലാം തുല്യരായിട്ട് കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് അത്തരം നല്ല നല്ല ഭരണഘടനയിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല? നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ 2500 രൂപയുടെ മുകളിൽ കൊടുക്കുന്നു. 2500 രൂപയ്ക്ക് മുകളിൽ തമിഴ്നാട്ടില്, കർണാടകയിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പുതിയ രാജസ്ഥാൻ പുതിയ ഗവൺമെന്റ്, BJP ഗവൺമെന്റ് സ്ത്രീകൾക്ക് 10,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും. അതുപോലെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ വിഷയം ഇതാ സാറേ. അല്ല, ഞങ്ങൾ പുള്ളികൾക്ക് വരെ മാന്യമായിട്ടുള്ള ഒരു പരിഗണന കൊടുക്കുന്നു, വയോജനങ്ങൾക്ക് അതേസമയം അവഗണന. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ട സ്ഥാപനങ്ങളാണ്. ചില സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. എന്റെ അർത്ഥം എന്താ? അവിടുത്തെ ജോലിക്കാര് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല. എത്ര സ്ഥാപനങ്ങളുണ്ടെന്ന് നഷ്ടത്തിൽ പോകുന്നു. ജയിലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലല്ല, അങ്ങനെയല്ല, അതല്ല. അവരുടെ മക്കള് വിദേശത്ത് പോയെന്നുള്ളത് വേറൊരു വശം. പക്ഷെ അവർ ഈ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാരാണ്. അവർ ഈ രാജ്യത്തിന് വേണ്ടി ചെറുപ്പം മുതല് അവരെ ജനിച്ച അന്ന് മുതല് അവർ ഇപ്പൊ വരെ നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതെ, അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നികുതിപ്പണം വിനിയോഗിക്കുന്നതിനകത്ത് ഒരു മാന്യത വേണ്ടേ? അല്ല, ഒരു നീതി വേണ്ടേ? നമുക്ക് തോന്നുന്ന കുറച്ച് ആൾക്കാർക്ക് കൂട്ടി കൊടുക്കുന്നു, കുറച്ച് ആൾക്കാർക്ക് അല്ലല്ല. ആ നീതിയിലുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. കാരണം എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പം ഈ 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ട് 2000 രൂപ പോലും കിട്ടാത്ത എത്ര കുടുംബമുണ്ട്. കാരണം അവരുടെ വീട്ടില് 1000 സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ വീടായിപ്പോയി. ആരൊക്കെ അല്ലെങ്കിൽ മീൻസ് ലോൺ എടുത്തോ, അല്ല ഒരു മിനിറ്റ് ലോൺ എടുത്തോ ചെയ്തു പോയി. ഈ വീട് വെക്കാൻ വേണ്ടിയിട്ട് സകല സാമഗ്രികളും മറ്റും ടാക്സ് അടച്ചിട്ടാ ചെയ്തത്. ആ 1000 സ്ക്വയർ ഫീറ്റ് വീടായതുകൊണ്ട് 60 വയസ്സ് നിനക്ക് പെൻഷൻ ഇല്ല. അതൊരു ശരിയായ നിലപാടാണ്. ഒരു കോമൺ ആയിട്ട് നിയമം എടുക്കട്ടെ.
1000 സ്ക്വയർ ഫീറ്റ് 4 ഏക്കർ വാങ്ങാൻ പാടില്ല, 4 ഏക്കർ വാങ്ങാൻ പാടില്ല, പല ടൈൽസിടാൻ പാടില്ല, പല നിയമങ്ങളുണ്ട്. ഇപ്പൊ ഇവര് അല്ല സാറേ ഒരു അല്ല ഞങ്ങളിപ്പം സമരം ഞങ്ങള് ഇപ്പൊ നിരാഹാര സമരം ഇരിക്കുന്നത് അല്ലല്ല അതെ അതായിക്കോട്ടെ. ഞാൻ നിരാഹാര സമരം ഇരിക്കുന്നത് എന്തിനാ അറിയോ? ഇത് മാധ്യമങ്ങളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിട്ടാ. ഒരാള് 2022 തന്നെ കർണാടകയിൽ 540 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് ജയിൽ പുള്ളികൾക്ക്. അല്ല ഞങ്ങൾ ജയിൽ പുള്ളികൾക്ക് കൊടുത്ത് തെറ്റാന്നല്ല പറയുന്നത്, ഇവിടുത്തെ നിയമം അനുശാസിക്കുന്നുണ്ട് ചെയ്യട്ടെ. അല്ലല്ല തെറ്റാണ് ഞങ്ങൾ പറഞ്ഞത്. അവരെ പരിഗണിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്തിരിക്കുന്ന ഈ അഭിമാനത്തോടെ നമുക്ക് അവരെ കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ആര്? ഞാനൊരു ചെരുപ്പോട് നടത്തുന്ന വ്യക്തിയാണ്. ഇതേ ഒരു ഇൻഷുറൻസ് ഏജന്റാണ്. അതേ ഒരു സ്വർണ്ണ കച്ചവടക്കാരനാണ്. പല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. ഈ രാജ്യത്തിന് വേണ്ടി തന്നെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു കടയിൽ നിന്ന് ഒരു സാധനം എടുത്ത് എന്റെ കടയിൽ നിന്ന് ഒരു സാധനം വിൽക്കുമ്പോഴത്തേക്ക് അതിന് ടാക്സ് സർക്കാരിലേക്ക് കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. ചോദിച്ചോളൂ. എന്തോ 4 പേരാണ് നിരാകരിക്കുന്നത്. സപ്പോർട്ടിംഗ് ആയിട്ട് ഏകദേശം 100 ആൾക്കാരുണ്ട്. എങ്ങനെ? അല്ലല്ല, രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഉദാഹരണം പറഞ്ഞുകൂടെ? ചോദ്യം ചെയ്യല്ലോ, ചോദ്യം ചെയ്യല്ലോ. ഞങ്ങൾക്ക് ഇതാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞോളൂ. അല്ല അതല്ല, അങ്ങനെയല്ല. ഇപ്പം സാറിന് പറഞ്ഞു അങ്ങനെയല്ല. സാറ് പറഞ്ഞത് പ്രാവർത്തികമായെന്ന് പറഞ്ഞു. നാളെ ഇത് പ്രാവർത്തികമായി കഴിഞ്ഞാൽ തിരുത്തി പറയാൻ തയ്യാറാണ്. ചില മാറ്റങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റം ഉണ്ടാവും. ഇവിടെ ചില ആളുകൾക്ക് ചില ആളുകളുടെ ശമ്പളത്തെ അറിയാം. ആ പുള്ളി ക്ലർക്കാണ്. നിങ്ങൾക്ക് ജസ്റ്റ് എത്ര ആയിരിക്കും ശമ്പളം? ഒരു ക്ലർക്കിന് ഇന്ന് എത്ര രൂപ ശമ്പളം കൊടുക്കാൻ പറ്റും? ഒരു മാക്സിമം പറയും ഒരു 50,000 രൂപ. എന്നാ 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയ ക്ലർക്കുമാർ നമ്മുടെ ഇവിടെയായിട്ടുണ്ട്. അതിനോട് അല്ല ഞാൻ ചോദിക്കുന്നത് 50,000 രൂപയ്ക്ക് ഇവിടെ ആ ക്ലർക്കിനെ കിട്ടാനായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് 1 ലക്ഷം രൂപ കൊടുക്കുന്നത്? ഒരു ഡ്രൈവർക്ക് എത്ര ശമ്പളം കൊടുക്കാൻ പറ്റുന്നു? ഇത് നമ്മുടെ പൊതു ഖജനാവിനടുത്തല്ലേ കൊടുക്കുന്നത്? ഏതാ മാന്യമായിട്ടുള്ള ശമ്പളം, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള, അതായത് മാന്യമായിട്ടുള്ള ശമ്പളം അവരുടെ എഡ്യൂക്കേഷന്റെ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം. 10ാം ക്ലാസ് പാസ്സാകാത്ത ആൾക്കാർക്കാണ് 75,000 രൂപ ശമ്പളം കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. എംആർപിയുടെ മുകളിൽ കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയല്ല. താങ്കൾ ചോദിച്ച പ്രശ്നം ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് എംആർപിയുടെ മുകളിൽ കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ നിയമം അവിടെ എംആർപിയുടെ മുകളിൽ കൊടുക്കാൻ പറ്റുമോ? നല്ല സഹകരണമാണ് എല്ലാവരെയും. അല്ല, ഓരോ ദിവസം